വിശുദ്ധ ലൂക്കാസ് വിശേഷം അധ്യായം 10. അക്കാലത്ത് യാത്രമധ്യേ യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മാർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ വചനം കേട്ട് അവന്റെ പാദാന്തികത്തിൽ ഇരുന്നു. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിദ്രയായിരുന്നു. അവൾ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷിക്കുവാനായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കുവാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മാർത്ത, മാർത്ത, നീ പല ഇതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. യേശു മാർത്ത മറിയം സഹോദരിമാരുടെ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രണ്ട് വ്യക്തികൾ വ്യത്യസ്ത രീതിയിൽ യേശുവിനോട് ഇടപെടുന്നതും യേശു അതിന് നൽകുന്ന വ്യക്തമായ ഉത്തരവുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മാർത്ത യേശുവിനെ ശുശ്രൂഷിക്കുവാൻ വ്യഗ്രത പൂണ്ടുകൊണ്ട് പലവിധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാവശ്യവുമാണ്. മറിയമാകട്ടെ യേശുവിൻ്റെ പാദത്തിനരികിലിരുന്ന് അവൻ്റെ കൃപയുടെ മുഖത്തേക്ക് നോക്കി അവിടുന്ന് നൽകുന്ന വചന സന്ദേശം ശ്രവിക്കുന്നു. പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസവും പ്രവൃത്തിയും ഒരുമിച്ച് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥസമ്പുഷ്ടമാവുക. കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത് ഏറെ ശ്രേഷ്ഠകരമായ ആത്മീയ അനുഭവമാണ്. അവന്റെ വചനം ശ്രവിക്കുന്നത് ഹൃദയത്തെ വളരെയധികം ദൈവിക ചിന്തയാൽ നിറയ്ക്കുന്ന ആത്മീയ അനുഗ്രഹവും കൃപയും നൽകുന്ന നിമിഷമാണ്. എന്നാൽ യേശു മറിയത്തിന്റെ പ്രവൃത്തിയെ ശ്രേഷ്ഠമായ പ്രവൃത്തിയായി ഇന്നത്തെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അത് അവളിൽ നിന്ന് ഒരിക്കലും എടുക്കപ്പെടുകയില്ല. ഒരിക്കലും എടുത്തു മാറ്റപ്പെടാത്ത നല്ല കാര്യം എന്താണ്? അത് കർത്താവിൻ്റെ സന്നദ്ധയിൽ അവനോടൊപ്പമായിരിക്കുന്നതാണ്. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് നാഥൻ്റെ കൂടെ ആയിരിക്കാനാണ്. അതാണ് വിളി. കൂടെ ആയിരിക്കുന്നവന് മാത്രമേ കർത്താവിനെ തിരിച്ചറിയുവാനും അവനെ പ്രഘോഷിക്കുവാനും സാധ്യമാവുകയുള്ളൂ. വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ നാഥന്റെ കൂടെ ആയിരുന്നുകൊണ്ട് അനുഗ്രഹവും കൃപയും സ്വന്തമാക്കി ആ കൃപയുടെ ബലം പകരാനും പങ്കുവയ്ക്കുവാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ വലിയൊരു ബോധ്യമാണ് നമുക്ക് വേണ്ടത്. നല്ല ഭാഗം തിരഞ്ഞെടുത്തവർ എപ്പോഴും സംതൃപ്തരായിരിക്കും. മറിയത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും മനോഹരമായ അനുഭവം അതാണ്. അവൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈശോയുടെ വചനം ശ്രവിച്ച് സംതൃപ്തിയോടുകൂടി നിലകൊള്ളുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ വ്യഗ്രതയിൽ പലതും നമ്മൾ വാങ്ങിക്കൂട്ടുമ്പോൾ, ചെയ്തു കൂട്ടുമ്പോൾ, സംഭരിച്ചു കൂട്ടുമ്പോൾ, നിർമ്മിച്ചു കൂട്ടുമ്പോൾ നമ്മൾ സംതൃപ്തരല്ല. നമ്മൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒന്ന് സ്വന്തമാക്കുമ്പോൾ മറ്റൊന്ന് സ്വന്തമാക്കുവാനുള്ള വ്യഗ്രത നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ കർത്താവിനെ കണ്ടെത്തി അവൻ്റെ കൃപയുടെ പാദാന്തികത്തിലായിരിക്കുമ്പോൾ നമ്മൾ മറ്റൊന്നിനെക്കുറിച്ചും ആകുലതയോ അസ്വസ്ഥതയോ ഇല്ലാത്തവരായിത്തീരും. മറിയം അനുഭവിക്കുന്ന ആ ഒരു ആത്മീയ ആനന്ദം, ഒരു ഹൃദയ സമാധാനം, ആത്മീയ സന്തോഷം, ഒരുപക്ഷെ മാനുഷിക ഭാഷയിൽ പങ്കുവയ്ക്കാൻ കഴിയാത്ത ഒരു സ്നേഹബന്ധത്തിൻ്റെ ആത്മീയത, ഇതാണ് ആധ്യാത്മിക ജീവിതത്തിൽ നമുക്കും സ്വന്തമായി കിട്ടേണ്ടത്. നാം ആത്മാർത്ഥതയോടുകൂടി അവൻ്റെ കൃപയുടെ സന്നിധിയിൽ അവനോടൊപ്പമായിരുന്നാൽ നമുക്കും സ്വന്തമാക്കാൻ കഴിയും. നമുക്ക് ഈ പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്ത്, ഒത്തിരിയധികം അസ്വസ്ഥതയും ശബ്ദപൂരിതവും മായകളുടേതുമായ ലോകത്ത്, ഈ ലോക സൗഭാഗ്യത്തിൽ നിന്ന് അല്പനേരം വിട്ട് ശാന്തതയോടെ ഈശോയുടെ മുമ്പിലേക്ക് പോകാം. അവൻ്റെ അരികിൽ, അവൻ്റെ കൃപയുടെ പാദത്തിനരികിലിരിക്കാം. അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരവും പാപവും തകർച്ചയും
അവൻ ഏറ്റെടുക്കും. ജീവിതത്തിൽ വലിയ സ്വാതന്ത്ര്യം ലഭിക്കും. ഭൂമിയിൽ മറ്റെങ്ങും ലഭിക്കാത്ത ആത്മീയ കൃപകൾക്ക് നമ്മൾ അർഹരായി തീരുകയും ചെയ്യും. ഈ ഒരു ആത്മീയ ബലവും കൃപയും മറിയം അനുഭവിച്ച ആ ആത്മീയ ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ ലഭ്യമാകുവാൻ ഈ ദിനം കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരെ